ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. തിരുവനന്തപുരം ജില്ലയിലെ മഴക്കെടുതി വിലയിരുത്താൻ സർക്കാർ യോഗം വിളിച്ചിട്ടുണ്ട്. വൈകുന്നേരമാണ് മന്ത്രിതല യോഗം ചേരുക. റിപ്പോർട്ട് കാണാം. ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരത്ത് രാജ്ഭവന് സമീപം മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കാട്ടാക്കട, മാറനല്ലൂർ, മൂങ്ങോട് എന്നിവിടങ്ങളിലും മരം കടപുഴകി വീണു. പ്രസ് ക്ലബ് റോഡിലും മരം കടപുഴകി വീണതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. അരുവിക്കര ഡാമിന്റെ 1 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ തുറന്നു. ശക്തമായ കാറ്റിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര തകർന്നു. മഴ ശക്തമായതോടെ പത്തനംതിട്ട ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകി. കോന്നി തണ്ണിത്തോട് വീടിന് മുകളിലേക്ക് മരം വീണു. പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. ഇളക്കൊള്ളൂരിൽ മരം കടപുഴകി വൈദ്യുത പോസ്റ്റിലേക്ക് വീണു. പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ കോട്ടയം തലനാട് വെള്ളാനി ഗവൺമെന്റ് LP സ്കൂളിന്റെ മേൽക്കൂര തകർന്നു. കെട്ടിടത്തിലുണ്ടായിരുന്ന കുട്ടികളുടെ പഠനോപകരണങ്ങൾ അടക്കം എല്ലാം നശിച്ചു. കോട്ടയം ഈരാറ്റുപേട്ടയിൽ വീടിന് മുകളിലേക്ക് മരം വീണു. കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിലും നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. കാരശ്ശേരി ആക്കോട്ടുചാലിൽ സുബിന്റെ 300-ലധികം വാഴ കാറ്റിൽ നിലം പതിച്ചു. കണ്ണൂരിൽ മഴ കനത്തതോടെ കണ്ണൂർ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. 2 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.